ഹായ് കൂട്ടുകാരെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയും ചോറും, പെട്ടെന്ന് 1 മണിക്കൂറൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് നല്ല ടേസ്റ്റുള്ള മീൻകറിയും ചോറും വയ്ക്കാം. ഇത് മീൻചട്ടി തന്നെ അടുപ്പിൽ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു സബോള, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് വാളംപുളിയും ഒരു 3-4 അല്ലി, ആ മീനിൻ്റെ പാകത്തിന് പുളി കേട്ടോ, അത് പുളിയൊക്കെ നിങ്ങളുടെ പാകം. നിങ്ങൾക്ക് നല്ല പുളി വേണ്ടവരാണെങ്കിൽ കുറച്ച് കൂടുതൽ, പുളി കുറവ് മതിയെങ്കിൽ പുളി കുറവ്. ഞങ്ങൾക്ക് സാധാ മീൻകൂട്ടത്തിൽ കുറച്ച് പുളി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വാളംപുളി കുടപ്പുളി ഇടുമ്പോൾ എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കറി ഇങ്ങനെയാണ്: കുറച്ച് വാളംപുളി, ഒരു 3 അല്ലി കുടംപുളി, അത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. കുടപ്പുളി പിഴിയണ്ട, അതങ്ങനെ കഴുകി അതിലേക്ക് ഇട്ടാൽ മതി. ശേഷം ഇത് ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വെക്കുക. മീൻ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക. എത്ര അരിയാണോ നിങ്ങൾക്ക് വേണ്ടത്, എൻ്റെ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് 1.5 നാഴി അരിയാണ്. കുക്കർ വെച്ച് ഞാൻ ഈ കുക്കറിൽ 3 നാഴി അരി വരെ വെക്കാറുണ്ട്. നല്ല സിമ്പിളായിട്ട് ചോറ് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ രാത്രി ഞങ്ങൾക്ക് കുറച്ചേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് അതിന് പാകമുള്ള ചോറാണ് ഞാൻ വെച്ചത്. അരി കഴുകി അതിലേക്ക് ഇടുക. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് ഇടുക. അതിനുശേഷം നമ്മുടെ വാഷ് ബേസിനിൽ കുക്കർ ഇറക്കി വെച്ച് ആ വിസിലും ഇതൊക്കെ കളഞ്ഞ് വാർത്തിടുക. നമ്മൾ സാധാരണ ചോറ് വാർത്തിടുന്ന മാതിരി വാർത്തിടുക. അത് കഴിഞ്ഞത് വരുമ്പോഴേക്ക് ഈ വെള്ളം, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ അരപ്പൊക്കെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീനിടുക. എന്നിട്ട് ഒന്ന് സിമ്മിലിടുക. അപ്പോഴേക്കും ചോറ് വാർത്തിട്ട് നമ്മുടെ ആ മീൻ കഴുകിയ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോഴേക്കും ഇതിങ്ങനെ തിളയ്ക്കും. ഇനി ഇതിലേക്ക് വെറുതെ ഉള്ളി കാച്ചിയ, കടുക് വറുക്കുക ഒന്നും വേണ്ട. കറിവേപ്പില നല്ല കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില നന്നായി കഴുകിയത് കുറച്ച് കറിവേപ്പില എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് ഇടുക. ഇനി വേറെ ഒന്നും ചെയ്യണ്ട. അതിനുശേഷം ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ പയ്യൊന്ന് മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ പാകത്തിനൊന്ന് വറ്റി വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കറി ചാറ് നന്നായി തിളച്ചിട്ടാണല്ലോ മീൻ ഇടുന്നത്. ശേഷം മീൻ വേവാനുള്ള ആ ഒരു സമയം, അതിനുശേഷം കറിവേപ്പില ഇട്ടിട്ട് അത് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോറ് വടിച്ചിട്ടിട്ടുണ്ടല്ലോ, അതായത് വിസിലെടുത്ത് മാറ്റി, വാഷെടുത്ത് മാറ്റി, അതിനുശേഷം വെള്ളം നല്ലോണം ഒഴിച്ച് ഒന്ന് ഇളക്കി നമ്മൾ വടിച്ചിട്ട് നിവർത്തി നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിറകടുപ്പിൽ നമ്മൾ കലത്തിൽ വയ്ക്കുന്ന ചോറ് പോലെയാണ്. ഒരു ചോറുമേ ഒന്നും മുട്ടില്ല. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നൊരു രീതിയാണ് കേട്ടോ. എൻ്റെ സഹോദരങ്ങളുടെ ഭാര്യമാരൊക്കെ ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് അവിടെ ചോറ് വയ്ക്കുക. നാശമൊന്നും ആവില്ല. അതിനുശേഷം ഇതുപോലെ നല്ല ചോറ് നമുക്ക് റെഡിയാവും. ഇത് ഏതെങ്കിലും ഇങ്ങനെ ഞാനൊരു ഗ്ലാസിൻ്റെ ഇതുകൊണ്ടാണ് മൂടുക. കാരണം അതിൻ്റെ ആവി പോവാനുള്ള ഒരു ചെറിയൊരു ഹോള് അതിലുണ്ട്. അപ്പോൾ അങ്ങനെ മൂടി വയ്ക്കുക. അതിനുശേഷം മീൻകറി മൂടി വെച്ചു, അത് തുറന്നു. ഓക്കെ, എന്നൊരു 7 മണി 7:30 മുമ്പ് ഞങ്ങൾ അത്താഴം കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു 8 മണിയായി. 8 മണിയാകുമ്പോഴേക്കും ചോറായി, കറിയായി. 6:30 6:45 ആകുമ്പോഴാണ് ഞാൻ വെക്കാൻ തുടങ്ങിയത്. അത്രയും സമയം എടുത്തിട്ടുള്ളൂ. ചോറായി, കറിയായി, എല്ലാമായി. ഇതാണ് ഞാൻ പറഞ്ഞ ആ മൂടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഒന്നും ബാക്കിയില്ല. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേരും വളരെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമാണ്. പെട്ടെന്ന്, അതായത് കുറേ സമയമൊന്നും വേണ്ട. സിമ്പിളായി ഇനി എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊന്നും വേണ്ട. നല്ല മീൻകറിയാണ്, നല്ല ടേസ്റ്റുമാണ്, ചോറുമാണ്. അത് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചു തന്നത്. കാരണം ബാക്കിയൊന്നുമില്ല, എല്ലാം കാലിയായി. ഓക്കെ, താങ്ക് യു. ഒന്ന് ചെയ്തു നോക്കൂ.